Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class we had started with the problems on some special cases of graphical method, and in the last session we had dealt with the section infeasibility condition. ഒരു linear programming പ്രോബ്ലത്തിൻ്റെ infeasibility condition എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുകൊണ്ടൊക്കെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് അങ്ങനെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫിൻ്റെ പൊസിഷൻ എങ്ങനെ വരും, അല്ലെങ്കിൽ ഗ്രാഫ് എപ്രകാരമായിരിക്കും ഇരിക്കുന്നതെന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സെക്കൻഡ് സ്പെഷ്യൽ കേസ് ഓഫ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് ഓർ ദ സെക്കൻഡ് സ്പെഷ്യൽ കേസ് ഓഫ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ദാറ്റ് ഈസ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. പേര് പോലെ തന്നെ അൺബൗണ്ടഡ്, ബൗണ്ട് ഇല്ലാതെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന തരത്തിലുള്ള സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്രകാരമുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഇഷ്ടം പോലെ സൊല്യൂഷൻസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബൗണ്ട് ഇല്ലാതെ നമ്മൾ ഫീസിബിൾ ചെയ്യുന്ന സാധനം നമ്മൾ എന്താ പറയുന്നത്, ഒരു പോളിഗൺ ആയിരിക്കും എന്ന് പറഞ്ഞല്ലേ. ആ പോളിഗണിൻ്റെ പ്രത്യേകത ഇറ്റ്സ് എ ക്ലോസ്ഡ് ഫിഗർ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാ സൈഡ്സ് കൊണ്ടും എല്ലായിടത്തും ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും സൈഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് കിട്ടുന്ന, ഒരു ബൗണ്ടഡ് ആയിട്ട് കിട്ടുന്ന എല്ലാ ഇതിനും എന്തുണ്ട്, ബൗണ്ട് ഉണ്ട് അല്ലേ. ഏത് സൈഡിലേക്കാണെങ്കിൽ ഒരു ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇതൊരു പോളിഗണ്ണാണ് അല്ലേ. ഈ പോളിഗണിൻ്റെ പ്രത്യേകത എന്താ? ഈ പോളിഗണിന് 4 സൈഡ്സ് ഉണ്ട്. ആ 4 സൈഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്ന ആ റീജിയനെ ബൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ഈ ഒരു പോളിഗണിനെ സംബന്ധിച്ച് ഈ പോളിഗണിൻ്റെ 4 സൈഡ്സ് ഉപയോഗിച്ച് അവിടെയുള്ള ക്ലോസ്ഡ് ഫിഗർ എന്ത് ചെയ്തിരിക്കുന്നു, ആ റീജിയനെ ആ 4 സൈഡും കൂടെ ബൗണ്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ലാതെ അൺബൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടുന്നതെങ്കിൽ ആ തരത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്തെന്ന് വിളിക്കും, അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അതായത് നമ്മൾ സാധാരണ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ്, സാധാരണ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് എന്തായിരിക്കും, ഒരു പോളിഗൺ ആയിരിക്കും. ഫീസിബിൾ റീജിയൻ ഒരു പോളിഗൺ ആയിരിക്കും, വിച്ച് ഇസ് എ ബൗണ്ടഡ് റീജിയൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില കേസുകളിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീസിബിൾ റീജിയൻ പോളിഗൺ ആയിരിക്കില്ല. അതിന് പോലെ എന്തായിരിക്കും, ഏതെങ്കിലും 1-2 സൈഡ്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഫിഗർ ആയിരിക്കും. അപ്പോൾ അതായത് അൺബൗണ്ടഡ് ആയിട്ട് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് പോകാൻ ബൗണ്ടറി പോകാം. അപ്പോൾ ആ രീതിയിലുള്ള സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും, അൺബൗണ്ടഡ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ അൺബൗണ്ടഡ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ലീനിയർ പ്രോബ്ലത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൺസിഡർ ദ പ്രോബ്ലം. Maximize z is equal to 2x plus 3, 2x plus y, subject to the constraints x minus y less than or equal to 2, 2x minus y less than or equal to 3, and the non-negativity constraints x and y greater than or equal to 0. സോ നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്, z is equal to 2x plus y. വാട്ട് അബൌട്ട് ദ ലീനിയർ കൺസ്ട്രെയിൻസ്? ലീനിയർ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? x minus y less than or equal to 3 and 2x minus y less than or x minus y less than or equal to 2 and 2x minus y less than or equal to 3, and also നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ ആയ x and y greater than or equal to 0 ഉണ്ട്. സോ നമ്മുടെ തന്നിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ പറ്റി പറഞ്ഞു, ലീനിയർ കൺസ്ട്രെയിനെ പറ്റി പറഞ്ഞു, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിനെ പറ്റിയും പറഞ്ഞു. ഇനി ഈ തന്നിട്ടുള്ള LPPയുടെ ഒപ്റ്റിമൽ കണ്ടീഷൻ എന്താണ്? മാക്സിമൈസേഷൻ കണ്ടീഷനാണ്. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം എന്തെഴുതുക, കൺസിഡർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുത്തെഴുതുക. അതിനുശേഷം നമ്മുടെ ലീനിയർ കൺസ്ട്രെയിൻസിനെയും എടുത്തെഴുതുക. ഇനി എന്ത് ചെയ്യണം, ഓരോ കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലിറ്റി എഴുതുന്നു, x മൈനസ് വൈ ഈക്വൽ ടു 2. ആ x മൈനസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇനിഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ടേബിൾ. ഈ ടേബിൾ ഉപയോഗിച്ച് x വാല്യൂ 0 കൊടുക്കുമ്പോൾ എനിക്ക് y വാല്യൂ -2 എന്ന് കിട്ടും, ആൻഡ് y വാല്യൂ 0 കൊടുക്കുമ്പോൾ എനിക്ക് x വാല്യൂ 2 എന്ന് കിട്ടും. സോ for the line segment x minus y is equal to 2, our initial point is calculated as 0 minus 2 and terminal point is calculated as 2, 0.
അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇനിഷ്യൽ പോയിന്റിനെ 0-2 എന്നും ഫൈനൽ പോയിന്റ് അഥവാ ടെർമിനൽ പോയിന്റിനെ 2-0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്ലോട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ചേരുന്ന നമ്മളുടെ എക്സ് വൈ പ്ലെയിനെ ഞാൻ കൺസിഡർ ചെയ്തു. ഈ എക്സ് വൈ പ്ലെയിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ചെയ്തതിന് ശേഷം എന്ത് വരയ്ക്കുക, ഈ ലൈൻ സെഗ്മെൻറ്റ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് ഏതാണ്, 0-2 എന്ന് പറയുന്ന ഇനിഷ്യൽ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പോയിന്റ് ലൈങ് ഇൻ ദ വൈ ആക്സിസ്. ഇവിടുത്തെ ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ആ പോയിന്റ് എവിടുത്തെ പോയിന്റ് ആയിരിക്കും, വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. സോ വൈ ആക്സിസിൽ -2 എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക, -2, ആൻഡ് ദിസ് വിൽ ബി ദ പോയിന്റ് 0-2. അപ്പോൾ ഇവിടെ ഈ -2ൻ്റെ പ്രസൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് വരച്ചത്, ഞാൻ മൈനസ് വൈ ആക്സിസും കൂടെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. 0-2 ആൻഡ് ടെർമിനൽ പോയിന്റ് ഏതായിരുന്നു, 2-0 അല്ലേ. 2-0 എന്ന് പറയുന്ന പോയിന്റിനെ സംബന്ധിച്ച് ഈ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് അപ്പോൾ വൈയുടെ ആ പോർഷൻ എന്തായിട്ട് പോയി, 0 ആയിപ്പോയി, നള്ളിറ്റി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി, എക്സ് കോർഡിനേറ്റിനെ മാത്രം നോക്കിയാൽ മതി. എക്സ് കോർഡിനേറ്റ് എത്രയാണ്, 2 ആണ്. Therefore the point is a point lying in the x-axis and it is 2 in the x-axis. x-axisൽ 2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും ഏത് പോയിന്റ്, 2-0 എന്ന് പറയുന്ന പോയിന്റ്. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. ഏതാണ് ലൈൻ സെഗ്മെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. ഇനി അടുത്ത എന്താണ്, അടുത്ത ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ലീനിയർ കൺസ്ട്രെയിനെ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ 2x മൈനസ് വൈ ഈക്വൽ ടു 3. അത് നമ്മൾ ടേബിൾ ഫോമിലാക്കി നമ്മൾ പോയിന്റ്സിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എക്സ് കോർഡിനേറ്റ് 0 എന്ന് കൊടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് വൈ എന്തെന്ന് കിട്ടും, -3 എന്ന് കിട്ടും. സിമിലർലി വൈ 0 കൊടുക്കുമ്പോൾ എക്സ് എന്തെന്ന് കിട്ടും, 3/2 ഓർ 1.5 എന്ന് കിട്ടും. ഇവിടെ 1.5 മീൻസ് 3/2 ആണ്. സോ നമുക്ക് ലൈൻ സെഗ്മെന്റ് രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കിട്ടി, 0-3യും 1.5 0 ആണെന്ന് കിട്ടി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് എടുക്കുമ്പോൾ ഇനിഷ്യൽ പോയിന്റ് 0-3യും ടെർമിനൽ പോയിന്റ് 1.50യും വരുന്നൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ഈ ലൈൻ സെഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് ഏതാണ്, 0-3. 0-3 അല്ല, 0-3. 0-3 എന്ന് പറയുന്ന പോയിന്റിനെ സംബന്ധിച്ച് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. സോ ഈ പോയിന്റ് എവിടുത്തെ പോയിന്റ് ആയിരിക്കും, വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ വൈ ആക്സിസിലെ പോയിന്റും വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ എക്സ് ആക്സിലെ പോയിന്റ്. സോ ഈ പോയിന്റിനെ സംബന്ധിച്ച് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. സോ ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ ദ വൈ ആക്സിസ്. വൈ ആക്സിൽ ഏത് പോയിന്റ്, -3 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും 0-3. സോ വൈ ആക്സിലെ -3 എന്ന് പറയുന്ന പോയിന്റിനെ മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0-3. വാട്ട് അബൌട്ട് ദ ടെർമിനൽ പോയിന്റ് ഈസ് 1.50. 1.50 എന്ന് പറയുന്ന ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. സോ ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ ദ എക്സ് ആക്സിസ്. നമ്മളുടെ കൺസിഡർ ചെയ്ത പോയിന്റിന്റെ ഏത് കോർഡിനേറ്റ് ആണ് 0, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സിലായിരിക്കും ആ പോയിന്റ് എന്ത് ചെയ്യുന്നത്, ലൈ ചെയ്യുന്നത്. Therefore, for the point 1.50, our y coordinate is 0 and hence the point is a point lying in the x-axis. അപ്പോൾ x-axis 1.5 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും ഏത് പോയിന്റ്, 1.50 എന്ന് പറയുന്ന പോയിന്റ്. സോ x-axis 1.5, ഒന്നിനും രണ്ടിൻ്റെയും മിഡിലിൽ എഴുതുന്ന പോയിന്റ്. So this is the point 1.50.
സോ നമുക്ക് നമ്മുടെ ലൈൻ സെഗ്മെൻ്റ് ആയ 2x - y = 3യുടെ ഇനീഷ്യൽ പോയിന്റും കിട്ടി, ടെർമിനൽ പോയിന്റും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, അവ തമ്മിൽ ജോയിൻ ചെയ്ത് ആ ലൈനിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ നമ്മൾ രണ്ടാമത്തെ ലൈൻ സെഗ്മെൻ്റായ 2x - y = 3 എന്ന ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് കിട്ടിക്കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്തു. ആ പ്രോബ്ലത്തിനകത്തെ ഒന്നാമത്തെ കൺസ്ട്രെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റും രണ്ടാമത്തെ കൺസ്ട്രെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്താ അനലൈസ് ചെയ്യണം, നമ്മളുടെ ഫീസിബിൾ റീജിയൻ അനലൈസ് ചെയ്യണം. അപ്പോൾ ഫീസിബിൾ റീജിയൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് മാത്രമല്ല അല്ലേ, താഴോട്ടുള്ള തേർഡും ഫോർത്തും ക്വാഡ്രൻ്റ് ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്, നമ്മളുടെ ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത്. നമ്മളുടെ LPPയുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് എന്തുണ്ടോ എന്ന് നോക്കണം. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം അങ്ങ് ചെക്ക് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവസാനം ഒരു കൺഫ്യൂഷൻ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ സെഗ്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് ഫീസിബിൾ റീജിയൻ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്മളുടെ LPPയിൽ എന്തുണ്ടോ എന്ന് നോക്കുക, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കുക. അതായത് വേരിയബിൾസ് നോൺ നെഗറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് തന്നെ ആയിരിക്കണം എന്നുള്ള കൺസ്ട്രെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് എന്തുമാത്രം നോക്കിയാൽ മതി, അങ്ങനെയെങ്കിൽ ഏത് റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫീസിബിൾ റീജിയന് വേണ്ടി കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് നമുക്ക് തന്നിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഫീസിബിൾ റീജിയൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ക്വാഡ്രൻറ്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 0യിൽ നിന്ന് റൈറ്റിലേക്കുള്ള പോർഷനും അതുപോലെ തന്നെ 0യിൽ നിന്ന് അപ്പർ റീജിയനിലേക്കുള്ള പോർഷനും, ഈ റീജിയൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. സോ നമ്മളുടെ ഫീസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യേണ്ടത് ഈ എക്സ് ആക്സിന് മുകളിലേക്കും വൈ ആക്സിന് റൈറ്റ് സൈഡിലേക്കുള്ള പോർഷനിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇവിടുത്തെ ബാക്കിയുള്ള അടുത്ത കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യത്തെ കൺസ്ട്രെയിൻ ഞാൻ എഴുതുന്നു, x - y < 2. ഈ കൺസ്ട്രെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കൺസ്ട്രെയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ് ഏതാണ്, x - y = 2. ആ ലൈൻ സെഗ്മെൻറ്റ് 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, 0 എന്ന് പറയുന്ന പോയിന്റിനെ ഈ കൺസ്ട്രെയിനകത്ത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 0 - 0 < 2. That is 0 < 2, which is a true statement. എന്താണൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെൻസ് നമുക്ക് എന്ത് പറയാം, ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഏത് പോർഷനിലാണോ 0 എന്ന് പറഞ്ഞ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പോർഷനിലേക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡിങ് നമുക്ക് കൊടുക്കാം. സോ x - y = 2 എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ അപ്പർ റീജിയനിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 എന്ന് പറഞ്ഞ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ ആ പോയിന്റിൽ നമ്മളുടെ ഇനീക്വാളിറ്റി ട്രൂ ആണെന്ന് വന്നു. ദെർഫോർ നമുക്ക് എന്ത് പറയാം, ആ റീജിയനിലേക്ക് അപ്പർ റീജിയനിലേക്ക് നമുക്ക് ഷെയ്ഡിങ് പ്രൊവൈഡ് ചെയ്യാം. സോ ഷെയ്ഡിങ് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ മാത്രം നോക്കിയാൽ മതി. സോ ഈ ഡാർക്കൺ ചെയ്ത് വരച്ചേക്കുന്ന അത്രയും പോർഷൻ മാത്രം നോക്കിയാൽ മതി, അവിടേക്കുള്ള ഷെയ്ഡിങ് നോക്കുക. ഇനി എന്ത് ചെയ്യുക, രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് നോക്കുന്നു. ദാറ്റ് ഈസ് 2x - y < 3. ആ ലൈൻ
ലൈൻ സെഗ്മെൻറ്റ് ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലീനിയർ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ് നോക്കും. ദാറ്റ് ഈസ് 2x - y = 3. ആ ലൈൻ സെഗ്മെൻറ്റ് 0 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ 0 0 എന്ന് പറഞ്ഞ പോയിന്റിന് ഈ ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. Therefore 2 × 0 - 0 <= 3. Therefore 0 - 0 <= 3. That is 0 <= 3, which is again a true statement. നമുക്ക് 0 0 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അടുത്ത കൺസ്ട്രെയിനകത്ത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. സോ ഈ ലൈൻ സെഗ്മെൻറ്റായ 2x - y = 3യുടെ ഏത് പോർഷനിലാണോ 0 0 എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കുക, അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡിങ് പ്രൊവൈഡ് ചെയ്യാം. സോ 2x - y = 3യുടെ അപ്പർ പോർഷനിലേക്ക് തന്നെയാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 0 എന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ റീജിയനിലേക്ക് തന്നെ നമുക്ക് ഷെയ്ഡിങ് പ്രൊവൈഡ് ചെയ്യാം. സോ ഷെയ്ഡിങ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കോമൺ ഷെയ്ഡഡ് റീജിയൻ അഥവാ ഫീസിബിൾ റീജിയനെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഫീസിബിൾ റീജിയൻ നമ്മൾ വരയ്ക്കുമ്പോൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ഈ നല്ല കുറച്ചുകൂടെ തിക്കനായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്ന ആ പോർഷനാണ് എന്തെന്ന് മനസ്സിലായി, നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് മനസ്സിലുള്ള വരച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ അത് വരുന്നതെന്ന്. സോ നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും അതുകൊണ്ട് തന്നെ ഈ ലൈൻ സെഗ്മെൻറ്റ് 2x - y = 3 എന്ന ലൈൻ സെഗ്മെൻറ്റ് എക്സ് ആക്സിസും വൈ ആക്സും കൂടെ ചേരുന്ന ആ റീജിയനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഈ ഫീസിബിൾ റീജിയൻ്റെ പ്രത്യേകത എന്താണ്, ആ ഫീസിബിൾ റീജിയൻ ഒരു പോളിഗൺ അല്ല. ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്തിട്ടില്ല, ഒരു ക്ലോസ്ഡ് ഫിഗർ അല്ല, ബൗണ്ട് ചെയ്യാത്ത ഒരു ഫിഗറാണ് അല്ലേ. ദാറ്റ് ഈസ് അപ്പർ പോർഷനിലേക്ക് എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എത്ര വേണമെങ്കിലും എന്ത് വരാം, എവിടെ വേണമെങ്കിലും ഇൻഫിനിറ്റ് ആയിട്ട് അതിൻ്റെ ബൗണ്ടറി എക്സിസ്റ്റ് ചെയ്യാം അല്ലേ. അതായത് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ സംബന്ധിച്ച് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ റീജിയൻ എന്താണ്, അൺബൗണ്ടഡ് ആണ്. ആ ഫീസിബിൾ റീജിയൻ്റെ പോളിഗണിലേക്ക് ബൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് എൻ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ. അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയനാണ് അതിന് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ്റെ എവിടെ വേണമെങ്കിലും എന്ത് വരും, അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്തായിട്ട് മാറി, അൺബൗണ്ടഡ് റീജിയനായിട്ട് വന്നു. സോ ഈ രീതിയിൽ ഫീസിബിൾ റീജിയൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സൊല്യൂഷൻ നമുക്ക് എന്താണെന്ന് പറയാം, ഇത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പോസസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് ഗ്രാഫിക്കൽ മെത്തേഡിനകത്തെ രണ്ടാമത്തെ സ്പെഷ്യൽ കേസായ അൺബൗണ്ടഡ് സൊല്യൂഷനെ പറ്റിയായിരുന്നു. എന്താണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നും അതുപോലെ തന്നെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൺബൗണ്ടഡ് സൊല്യൂഷൻ റിസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഗ്രാഫിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുമാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പ്രോബ്ലം 3 പ്രാവശ്യം എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.